ഡോക്ടർമാരെല്ലാം പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ തെറ്റുകൾ വരുത്താറുണ്ട്. എന്തൊക്കെയാണ് ഈ തെറ്റുകൾ, എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. മനുഷ്യ ശരീരത്തിന്റെ 60% മുതൽ 80% വരെ വെള്ളമാണ്. ശരീരത്തിലെ ഓരോ കോശവും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളം വേണം താനും. എന്നാൽ വെള്ളം കുടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും തെറ്റുകൾ വരുത്താറുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട 5 തെറ്റുകളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ധാരാളം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരഭാരത്തിന്റെ 25 കിലോഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ് ഏകദേശ കണക്ക്. അപ്പോൾ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ദിവസവും 2 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. നല്ല വെയിലത്ത് പുറത്ത് പണിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിർജ്ജലീകരണത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർ കൂടുതൽ വെള്ളം കുടിക്കണം. മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ദാഹം അത്ര തോന്നില്ല. അപ്പോഴും വെള്ളം കുടിക്കുന്ന അളവ് കുറയ്ക്കാം. നമ്മുടെ ശരീരത്തെ തന്നെ നമ്മുടെ വഴികാട്ടിയായിട്ട് കാണാൻ റെഡിയായാൽ നമ്മുടെ ശരീരം തന്നെ ഇതിനുള്ള സിഗ്നലുകൾ തരും. ഈ ദാഹത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് ശരീരത്തിന് എത്ര വെള്ളം വേണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു റഫായിട്ടുള്ള ധാരണയാണെങ്കിൽ ഒരു 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം എന്നുള്ളതാണ് ഏകദേശ കണക്ക്. പലപ്പോഴും ആളുകളോട് വെള്ളം കുടിക്കാൻ പറയുമ്പോൾ ഒരു 4-5 ലിറ്റർ വെള്ളമൊക്കെ മടുപടാന്ന് കുടിച്ചു കളയും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കുറയും. ഹൈപ്പോനെട്രീമിയ എന്നാണ് ഇതിന്റെ പേര്. സോഡിയത്തിന്റെ അളവ് കുറയുമ്പോൾ തലവേദന, ഛർദി, തലകറക്കം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അപസ്മാരം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണാം. ശരീരത്തിലെ കോശങ്ങൾ വെള്ളം കൊണ്ട് വീർക്കുകയും ശരീരത്തിൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. തലച്ചോറിലൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ സെറിബ്രൽ എഡീമ എന്ന പ്രശ്നവും ഉണ്ടാവാം. അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്ക്, വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് പെട്ടെന്ന് ഇറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ കുടിക്കുന്നതും ഒരു ശരിയായിട്ടുള്ള രീതിയിലല്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം ഭക്ഷണം കഴിക്കുന്നത് പോലെ രുചി അറിഞ്ഞു കുടിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് വെള്ളം കുടിക്കുമ്പോൾ ഇത് വേഗം വയറ്റിലോട്ട് എത്തുകയും വയറിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഈ വെള്ളത്തിൽ ഡയല്യൂട്ട് ആവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്ഷണം അവിടെ എത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ദഹന പ്രക്രിയ നടക്കില്ല. വയറിൽ ഗ്യാസ്, അതുപോലെ ദഹനത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എൻ്റെ OPയിൽ വരുന്ന രോഗികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതേപോലെ ഒരു കപ്പ് OPയിൽ വെച്ചിട്ടുണ്ട്. കുട്ടികൾ പ്രത്യേകിച്ചും അതിൻ്റെ ഉള്ളിലേക്ക് ചായയോ കാപ്പിയാണോ എന്നൊക്കെ നോക്കാറുണ്ടെങ്കിലും ഇതിൽ വെള്ളമാണ് കുടിക്കുന്നത്. വളരെ പതുക്കെ ഇരുന്ന് സാവധാനത്തിൽ കുടിക്കുന്ന ഒരു ശീലം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉമിനീരിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് പെട്ടെന്ന് വയറിലേക്ക് എത്തിപ്പെടും. അപ്പോൾ വായിൽ നടക്കേണ്ട ദഹന പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും വെള്ളം കുടിക്കുന്നത് നിർത്തുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കാതെയും ഇരിക്കുക. ഇങ്ങനെ കുടിക്കുമ്പോൾ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് വേഗം വയറിലേക്ക് എത്തും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആസിഡ് ഡൈല്യൂട്ടഡ് ആയി ദഹന പ്രക്രിയ ശരിയാവാതെ പോവുകയും ചെയ്യും. വെയിറ്റ് ഒക്കെ കുറയ്ക്കേണ്ടവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് വെള്ളം കുടിച്ചു വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയും. വെയിറ്റ് ലോസിന് അത് സഹായിക്കുകയും ചെയ്യും. നാലാമത്തെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തൊക്കെ പോയി വന്നാൽ ഫ്രിഡ്ജിൽ നിന്ന് വളരെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. തണുത്ത വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു മൺകൂജയിൽ വെള്ളം എടുത്ത് വെച്ച് പതിയെ കുടിക്കുക. മൈഗ്രെയിൻ തലവേദനകളൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഇത് രക്തക്കൊഴലുകളെ ആദ്യം ചുരുക്കുകയും പിന്നെ ഇത് വീർത്തു വരുമ്പോൾ അസഹനീയമായിട്ടുള്ള തലവേദന ഉണ്ടാവുകയും ചെയ്യും. തൊണ്ടവേദനയും സൈനസൈറ്റിസും അലർജിയും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനൊക്കെയുള്ള സാധ്യത കൂടുകയും ചെയ്യും. വേറൊരു തെറ്റ് നമ്മൾ വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. പലപ്പോഴും വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ടാവും, എന്നാൽ ഇത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് കൊണ്ടുവരുന്നത്. പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ബിസ്ഫിനോൾ A എന്നുള്ളൊരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കെമിക്കലുമാണ്. അതുകൊണ്ട് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വെള്ളക്കുപ്പി പ്രധാനമാണ്. കഴിയുന്നതും സ്റ്റീൽ വാട്ടർ ബോട്ടിലുകളോ അതല്ലെങ്കിൽ
ഗ്ലാസിൻ്റെ കുപ്പിയോ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുക. ഇനി ഇതിൽ നിന്ന് നേരിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ഗ്ലാസ് കയ്യിൽ കരുതാം. ശ്രദ്ധിച്ചുപയോഗിക്കുകയാണെങ്കിൽ ഗ്ലാസ് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ ഒരു സ്റ്റീലോ കോപ്പറോ പാത്രങ്ങൾ ഉപയോഗിക്കാം വെള്ളം കുടിക്കാനായിട്ട്. വെള്ളക്കുപ്പികൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുകയും ചെയ്യണം. അപ്പോൾ വെള്ളം കുടിക്കുന്നതിലെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.